മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് വർണ്ണ മനോഹരങ്ങളായ ഇലച്ചെടികളെ പറ്റിയാണ്. ചെടികൾ എന്നും തന്നെ നമ്മുടെ വീടിന് ഒരലങ്കാരമാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ഇലച്ചെടികൾ വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ വളർത്തുകയും പരിചരിക്കുകയും ചെയ്തിരുന്നു. പൂമരങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ പൂച്ചെടികളോടൊപ്പം തന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഇലച്ചെടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഇലച്ചെടികളെക്കാട്ടിലും വളരെ ഗംഭീരവും വർണ്ണവിസ്മയം വാരി വിളമ്പുന്നതുമായ ഇലച്ചെടികൾ ഇന്ന് ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പൂച്ചെടികൾ കാലവർഷത്തിലും അതുപോലെ കഠിനമായ വരൾച്ചയിലുമൊക്കെ അതിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പൂക്കളുടെ എണ്ണം കുറയുക, കാലവർഷം ശക്തി ആവുന്നതോടുകൂടി അതിൻ്റെ വളർച്ചയിൽ മുരടിപ്പ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ ചില കീടബാധകളൊക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ അത് ചീഞ്ഞ് നശിച്ചു പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉദ്യാന സസ്യങ്ങളായ പൂച്ചെടികൾക്കുണ്ട്. റോസയ്ക്കും അതുപോലെ തന്നെ മുല്ലയ്ക്കും ജമന്തിക്കും പിച്ചിക്കും അങ്ങനെയൊക്കെയുള്ള ചെടികൾക്കെല്ലാം ഉണ്ട്. എന്നാൽ ഈ ഇലച്ചെടികളെ സംബന്ധിച്ച് ഇലച്ചെടികൾ എത്രമാത്രം കഠിനമായ വരൾച്ചയിലും അതുപോലെ തന്നെ എത്രമാത്രം കഠിനമായ വർഷകാലത്തും അത് യാതൊരു തളർച്ചയും കൂടാതെ പ്രസരിപ്പോടെ തല ഉയർത്തി നമ്മളെ മാടി വിളിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഇന്ന് ഇലച്ചെടികളുടെ സാന്നിധ്യം, അതായത് ഇലച്ചെടികളെ വളർത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ പരിചരണം. മറ്റൊന്ന്, മുമ്പ് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ഇലച്ചെടികളുടെ പ്രത്യേകമായ കഴിവ്. പുലർകാലത്തും അതുപോലെ നിലാവുള്ള സമയങ്ങളിൽ രാത്രിയിലുമൊക്കെ നമ്മൾ ആ ചെടികളിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടേ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ആനന്ദം അനിർവചനീയമാണ്. ഇത് ഒരു ഇലച്ചെടിയാണ്. വളരെ ഉയരമൊന്നുമില്ലാത്ത അതിമനോഹരങ്ങളായ ഇലകളോടുകൂടിയ ഇലച്ചെടി. ഇത് രാത്രിയിൽ സൂര്യ അസ്തമിച്ച് ചന്ദ്രൻ്റെ വരവോടുകൂടി ചന്ദ്രപ്രകാശം, അതായത് പൂനിലാവ് ഈ ചെടിയുടെ ഇലയിൽ പതിക്കുന്നുണ്ടേ ഈ ഇലയിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടേ സത്യത്തിൽ ഇതൊരു ഇലച്ചെടിയാണോ എന്ന് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രമാത്രം നമ്മളെ വിസ്മയിപ്പിക്കുന്ന നിറങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ചെടി. അതുപോലെ തന്നെ ഇത് ലക്കി ബാമ്പു എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് നമ്മൾ വളർത്തുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. പ്രകൃതിയെ ഇത് ശുദ്ധീകരിക്കുന്നു, വായുവിനെ ഇത് ശുദ്ധീകരിക്കുന്നു, ഒപ്പം യാതൊരുവിധ പരിചരണങ്ങളുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വളരെ നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ നിരവധി വർണ്ണങ്ങളിൽ ഇലകളുണ്ടാകുന്ന മറ്റ് ചെടികളുണ്ട്. ഈ ചെടികൾക്കൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള പരിചരണവും ആവശ്യമില്ല. അതികഠിനമായ വരൾച്ചയാവുന്ന സമയങ്ങളിൽ മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, മറ്റ് യാതൊരുവിധ പരിചരണങ്ങളോ വേണ്ട. അങ്ങനെ അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് വളർത്താൻ പറ്റുന്ന അത്യപൂർവങ്ങളായ ഇല ചെടികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെയധികം സുലഭമാണ്. പുരാതന കാലം മുതൽ തന്നെ നമ്മൾ ഇലച്ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി വരുന്നുണ്ട്. എന്തായാലും ചെടിയില്ലാത്ത ഒരു വീടെങ്കിലും ഇന്ന് കാണുവാൻ പ്രയാസമാണ്. ഇന്ന് ചെടിച്ചട്ടിയൊക്കെ വ്യാപകമായതോടുകൂടി നമുക്ക് പരിചരണം വളരെ എളുപ്പമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ കമ്പ് വെട്ടി നട്ടാൽ ആ കമ്പ് അത് കിളിച്ച് വരുന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടിയിൽ അല്പം തൊണ്ടോ കരിയിലയോ അല്പം മണ്ണോ ഒക്കെ ഇട്ട് കൊടുത്താൽ, വെള്ളവും കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ തല ഉയർന്ന് നല്ല പ്രസരിപ്പോടുകൂടി ഇങ്ങനെ ആ ഇലച്ചെടികൾ വളർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ നിറങ്ങൾ, വിവിധ തരത്തിലുള്ള ആകൃതിയിൽ അതൊക്കെയുള്ള വർണ്ണച്ചെടികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പ്രകൃതിയിൽ ഏതെല്ലാം നിറങ്ങളുണ്ടോ ആ നിറങ്ങളോട് കൂടിയ സസ്യങ്ങൾ ഈ ഇലച്ചെടികളായിട്ട് ഇപ്പം നമ്മൾ വളർത്തുന്നുണ്ട്. യാതൊരു പരിചരണങ്ങളും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള കീടരോഗബാധകളുമില്ലാതെ വളർത്താൻ കഴിയുന്ന ഇത്തരം ഇലച്ചെടികൾ നമ്മുടെ വീടിന് എന്തു തന്നെ ആയാലും ഒരു അലങ്കാരം തന്നെയാണ്. ഇത് എല്ലാവരും ഒന്ന് പരിശീലിക്കുന്നത് വളരെയധികം നല്ലതാണ്. വിവിധങ്ങളായ ഇനങ്ങളിൽപ്പെട്ട ഇലച്ചെടികൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വാരി വിതറുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ
ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നമുക്ക് വെച്ച് ഈ ചെടികൾ പരിപാലിക്കാമെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ആനന്ദം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ഒരു വ്യായാമം കൂടിയായിരിക്കും. രാവിലെയോ വൈകുന്നേരമോ ഇതിൻ്റെ ചുവട്ടിൽ അല്പം വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിന് ആ സസ്യത്തിന് ജലം കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വ്യായാമം കൂടി ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയങ്ങൾ വ്യായാമത്തിന് വേണ്ടി നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുന്നത്, ആ നടക്കുന്ന മൂലം ഉണ്ടാകുന്ന ചില അപകടങ്ങളുമൊക്കെ നമ്മൾ നിത്യേന കാണുന്നുണ്ട്. അതിന് ഒരു പരിഹാരമാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു വ്യായാമം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുറ്റം അതിമനോഹരമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പണച്ചെലവും നമുക്ക് ഇതിലൂടെ വരുന്നില്ല. കാരണം പണച്ചെലവില്ലാതെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ചെടികളാണ് ഇലച്ചെടികളെന്ന് പറയുന്നത്. അത് പഴയ കാലത്ത് കോഴിവാലൻ ചെടി തന്നെ പല തരത്തിലുള്ള കോഴിവാലൻ ചെടി ഉണ്ടായിരുന്നു. ഈ കോഴിവാലൻ ചെടികൾ തന്നെ ഇപ്പം അത് ഒരുപാട് രൂപത്തിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പണച്ചിലവില്ലാതെ നടത്താൻ പറ്റുന്ന മറ്റൊരു പൂച്ചെടിയാണ് ചെമ്പരത്തി. സുഗന്ധമില്ലെങ്കിൽ പോലും നമുക്ക് ചട്ടിയിലോ നമ്മുടെ മുറ്റത്തോ നട്ടുവളർത്താൻ പറ്റുന്ന വളരെ നല്ലൊരു ചെടിയാണ് ചെമ്പരത്തി. വലിയ പണച്ചിലവൊന്നുമില്ല. അത് എല്ലാ സീസണിലും എല്ലാ സമയങ്ങളിലും അത് പുഷ്പിക്കും. ചെമ്പരത്തിക്കും ഈ ഇലച്ചെടികളെപ്പോലെ തന്നെ ഉണക്കിനെയും മഴയെയും അതിജീവിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട്. വളരെ പുരാതന കാലം മുതൽ തന്നെ ചെമ്പരത്തി നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും നട്ടു വളർത്തിയിരുന്നു. അപ്പോൾ പൂച്ചെടികളെക്കാട്ടിൽ നമ്മുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാൻ എന്തുകൊണ്ടും സമർത്ഥമായത് ഇലച്ചെടികൾ ആണ് എന്നാണ് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത്. കാരണം ഇലച്ചെടികൾ കാണുമ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ വർണ്ണങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു പ്രത്യേക സംതൃപ്തിയും സന്തോഷവും പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ഇത്തരത്തിലുള്ള ഇലച്ചെടികൾ നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകാതിരിക്കുവാനും ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിനും അത് പരിചരിക്കുന്നതിനും ഒരു പ്രേരണ നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരു പ്രത്യേക തരത്തിൽ ഒരു ദയാലുവായ ഒരു ആളുടെ അവസ്ഥയിൽ എത്തിച്ചേരും. എന്തിനെങ്കിലും ഒന്നിനെ പരിചരിക്കുക, അതിനുവേണ്ടി അല്പസമയം ചെലവഴിക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സിന് ഒരു ഉത്തേജനമാണ്. മറ്റൊരു ജീവിയെ കൂടി, ഒരു ജീവജാലങ്ങളെ കൂടി ഉൾക്കൊള്ളാനും അതിനെ കൂടി പരിചരിക്കാനും ഒരു ഉൾപ്രേരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള ഒരു പ്രതികാത്മത സൃഷ്ടിക്കാൻ നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം ഇത്തരത്തിലുള്ള ചെടികളുടെ സംരക്ഷണമാണ്. വില കൊടുത്ത് വാങ്ങിച്ച് അതിന് വീണ്ടും പൈസ ചിലവഴിച്ച് വളമൊക്കെ കൊടുത്ത് അത് കഠിനമായ മഴയത്തും കഠിനമായ ഉണക്കത്തും അതിജീവിക്കാൻ കഴിവില്ലാതെ നശിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മനപ്രയാസവും ദുഃഖവും വളരെ വലുതാണ്. അപ്പോൾ അതിനും ഒരു പരിഹാരമാണ് വില കൊടുക്കാതെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും പക്കൽ നിന്നോ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ഇലച്ചെടികളുടെ കമ്പ് സംഘടിപ്പിക്കുകയും അത് ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലോ വെച്ച് കിളിപ്പിച്ച് അതിന് ഉചിതമായ സമയത്ത് അല്പം വെള്ളം മാത്രം നൽകി പരിചരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇത്തരം ഒരു സംതൃപ്തിയും സന്തോഷവും നമ്മുടെ മനസ്സിന് ആവശ്യമാണ്. ഇന്ന് മനുഷ്യർ അവരവർ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സ്വാർത്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം നമുക്കുണ്ടാകുന്ന ഒരു 80% രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൻ്റെ ആദിയും വ്യാധിയുമാണ്. മനസ്സിൻ്റെ ആദിയും വ്യാധിയും പരിഹരിക്കുന്നതിനും നമ്മുടെ ശ്രദ്ധ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടുന്നതിനും തിരിച്ചുവിടുന്ന ആ അവസ്ഥയിൽ നമുക്കൊരു സംതൃപ്തി ലഭ്യമാകുന്നതിനും ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ ചെടിത്തോട്ടങ്ങളുടെ സംരക്ഷണം വളരെയധികം പ്രയോജനപ്പെടും. പൈസ ചിലവില്ലാത്ത രീതിയിലാകുമ്പോൾ അത് അത്യന്തം പ്രോത്സാഹനജനകമാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത്തരം ചെടികളുടെ ഒരു ശേഖരമുണ്ടാക്കി കൊടുത്തിട്ട് അവ രാവിലെ അരമണിക്കൂർ പരിചരിക്കാനുള്ള ഒരു അവസരവും സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്കും ഒപ്പം അവരുടെ ജീവിതചര്യയ്ക്കും ഒരു വ്യത്യാസം ഉണ്ടായി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കഴിയുമെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇത്തരം അറിവുകളും ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.